തന്റെ മക്കളെ റൂട്ടിലിട്ട് തല്ലിക്കൊല്ലുമ്പോ ചവിട്ടിക്കൂട്ടുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ക്രിമിനൽ മനസ്സുള്ള സാഡിസ്റ്റാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ഞങ്ങൾ കരമടയ്ക്കുന്ന കാശ നിങ്ങളുടെ ഈ വാഹനങ്ങളുടെ വീലിന്റെ അകത്ത് സ്പ്രിങ്ങും എല്ലാം. എത്ര പിഞ്ചു കുഞ്ഞുങ്ങളാണ് നിങ്ങൾ എല്ലാവരും ചേർന്ന് ചതച്ചരച്ചിട്ടുള്ളത്. എത്ര അമ്മമാരുടെ കണ്ണീര് ശാപമുണ്ട് സാറേ. എവിടെ ചെന്നാലും നാട്ടുകാർക്ക് പരാതിയാ തന്റെ വകുപ്പിനെ കുറിച്ച്. അത് ഞാൻ ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ വിചാരിച്ച അവനൊന്നും അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങൂല പുറത്തേക്ക്. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന മന്ത്രിമാരോട് എനിക്ക് പറയാനുള്ളത്, വീട്ടുകാരും അടുത്തില്ലാത്ത സമയമാണ്. മരുന്ന് എടുത്തു കൊടുക്കാൻ മറക്കണ്ട. ഏതോ മരുന്ന് കഴിക്കാൻ വിട്ടുപോകുന്നുണ്ട്. ആ മരുന്നെടുത്തു കൊടുത്ത് നാട്ടുകാരെ രക്ഷിക്കണമെന്നാണ് എനിക്ക് മന്ത്രിമാരോട് പറയാനുള്ളത്. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. മുഖ്യമന്ത്രി മഹാരാജാവാണ്, കരിങ്കൊടി കാണിക്കാൻ പാടില്ല. രാജാവാണ്. രാജാവാ? ഏത് രാജ്യത്തെ? കൊച്ചി രാജ്യത്തെ. ഞങ്ങൾ ഇവിടുത്തെ രാജാക്കന്മാരാണ്. എന്തിനാണ് ആരോട് പന്തയം വെച്ചിട്ടാ നിങ്ങൾ ഈ ഭൂമി ഇറങ്ങുന്നതിനേക്കാൾ സ്പീഡിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നത്? ജനങ്ങളോടോ? പറയണോ സാർ, ആരെയാ നിങ്ങൾക്ക് തോൽപ്പിക്കേണ്ടത്? ഇവരെയോ? ഗവർണറൊന്ന് റോട്ടിലിറങ്ങി വരട്ടിയല്ലോ. DGP വിളിച്ചൊന്ന് വരട്ടിയപ്പോ പേടിച്ചു പോയതാരാ? മുഖ്യമന്ത്രിയല്ലേ. പേടിയണ്ടപ്പോ ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? പാച്ചേട്ടാ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കണ്ടോളൂ സാർ, ജനങ്ങളാ വോട്ട് ചെയ്തെന്നൊരു മഹാഭാവമേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ ശിക്ഷയായി അനുഭവിക്കുന്നത്. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.